ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഫ്രം an external point P, two tangents PA and PB are drawn to a circle with the center O. At a point E on a circle, a tangent is drawn which intersects PA and PB at C and D respectively. If PA equal to 10 cm, find the perimeter of triangle PCD. നമുക്കൊന്ന് ഫിഗർ വരച്ച് നോക്കാം. There is a circle, okay, and having center O അല്ലേ. ഇതിൻ്റെ സെൻറ്റർ എന്താണ്? O ആണ്. ഓക്കെ, O ആണ് സെൻറ്റർ. From an external point, two tangents PA and PB are drawn. ഇപ്പോൾ ഇവിടെ ഒരു എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് രണ്ട് ടാൻജൻസ് വരച്ചു. ഈ എക്സ്റ്റേണൽ പോയിന്റ് P ആണ്. ഫ്രം എക്സ്റ്റേണൽ പോയിന്റ് P, the tangents PA അല്ലേ, ഇത് A ആണ്, and PB are drawn. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? at a point E on a circle. ഈ സർക്കിളിൽ എവിടെയോ E എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. at a point E on the circle, a tangent is drawn. അപ്പോൾ ഈ സർക്കിളിൽ എവിടെയോ E എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, അവിടെ ഒരു ടാൻജൻറ്റ് വരച്ചു. സോ ഇവിടെയായിട്ട് അസ്യൂം ചെയ്യ്, ഇവിടെയായിട്ട് ഒരു E എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, E. അവിടെ ഞാനൊരു ടാൻജൻറ്റ് വരച്ചു. പറഞ്ഞിരിക്കുന്നത് ദിസ് ടാൻജൻറ്റ് intersect PA അല്ലേ. ദിസ് ടാൻജൻറ്റ് intersect PA and PB at C and D respectively. ഈ വരച്ച ടാൻജൻറ്റ് PAനെ സിയിൽ വെച്ച് കട്ട് ചെയ്തു, PBനെ ഡിയിൽ വെച്ച് കട്ട് ചെയ്തു. ഓക്കെ ആണോ? ഇഫ് PA ഈക്വൽ ടു 10 സെൻറ്റിമീറ്റർ, P മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 10 ആണെങ്കിൽ ഫൈൻഡ് ദ പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PCD. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? PA 10 ആണെന്ന് പറയുന്നുണ്ട് അല്ലേ. PA 10 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഞാനിവിടെ എഴുതാം. സൊല്യൂഷൻ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PCD എന്ന് പറഞ്ഞാൽ PC പ്ലസ് CD പ്ലസ് PD. ശരിയല്ലേ നോക്കിയേ. പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ PCD എന്ന് പറഞ്ഞാൽ PC പ്ലസ് CD പ്ലസ് DP. PC എന്താണ് തന്നിട്ടില്ല, PA തന്നിട്ടുണ്ട്. P മുതൽ A വരെയുള്ള ഡിസ്റ്റൻസ് 10 ആണ്. അത് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യം വരും. ഇപ്പം നിലവിലിപ്പോൾ PAയുടെ ആവശ്യം വന്നിട്ടില്ല. വി നീഡ് PC പ്ലസ് CD പ്ലസ് PD. അതിൽ ആ CDനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. CDനെ നമുക്ക് CE പ്ലസ് ED എന്നാക്കാം അല്ലേ. CE പ്ലസ് ED നമുക്ക് നോക്കാം അങ്ങനെ എഴുതിയാൽ കിട്ടുമെന്ന് അല്ലേ. PC പ്ലസ് CDനെ എങ്ങനെ എഴുതാൻ പറ്റും? CE പ്ലസ് ED പ്ലസ് PD എന്ന് എഴുതി. ഞാനിവിടെ ഒരു ബ്രാക്കറ്റ് ഇടാണ്. ഇതൊരു ഗ്രൂപ്പായിട്ട് കരുതുക. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇട്ടു. PC പ്ലസ് CE അല്ലേ. ഈ ഫിഗർ ശരിക്കും ഒന്ന് നോക്കിയേ, എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? ഈ ഡിസ്റ്റൻസും സെയിം അല്ലേ നോക്കിയേ. സെയിം ആണോ? ഈ ഡിസ്റ്റൻസും സെയിം അല്ലേ. C എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. C എന്ന് വരയ്ക്കുന്ന ടാൻജൻ്റ് ആണ് CA. CA ടച്ച് ചെയ്യുന്ന നമുക്കറിയാമല്ലോ ഫിഗറിൽ നിന്ന്. C എന്ന് വരയ്ക്കുന്ന വേറൊരു ടാൻജൻ്റ് ആണ് CE. അപ്പോൾ C എന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻസുകളാണ് CA ആൻഡ് CE. ഈ രണ്ട് ലെങ്ത്തും സെയിം ആണ്. ഒരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ ലെങ്ത്ത് സെയിം ആണ്. അപ്പോൾ CEക്ക് പകരം CA എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഈ എഴുതിയിരിക്കുന്ന എക്സ്പ്രഷനിൽ CEക്ക് പകരം CA എന്ന് എഴുതിയാലും കുഴപ്പമില്ല. ഞാൻ അങ്ങനെ എഴുതട്ടെ, അങ്ങനെ എഴുതിയാൽ കിട്ടും. പറഞ്ഞുതരാം. CEക്ക് പകരം CA എന്ന് എഴുതാം അല്ലേ. ഇതേപോലെ തന്നെ EDയുടെ കാര്യം നമുക്ക് നോക്കാം. ഈ ഡിസ്റ്റൻസ് ആണ് ആര്? ED.
ഈ ഡിസ്റ്റൻസ് ആണ് ഇ ഡി. ഇ ഡി എന്ന് പറഞ്ഞാലും ഡി ബി എന്ന് പറഞ്ഞാലും സെയിം അല്ലേ നോക്കി. ഇ ഡിയും ഡി ബിയും സെയിം ആണ്. അതെന്താ, ഡി എന്ന് വരയ്ക്കുന്ന അല്ലേ, ഡി എന്ന് വരയ്ക്കുന്ന എക്സ്റ്റേണൽ ഡി എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് വരയ്ക്കുന്ന ടാൻജൻറ്റുകളാണ് ഡി ഇയും ഡി ബിയും. അപ്പോൾ ഒരു പുറത്തുനിന്നുള്ളൊരു പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ടാൻജൻസിൻ്റെ ലെങ്ത് സെയിം ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഡി ഇയും ഡി ബിയും സെയിം ആണ്. അപ്പോൾ ഇ ഡിക്ക് പകരം ബി ഡി എന്ന് എഴുതാം. ഇവിടെ ഇ ഡിക്ക് പകരം ഡി ബി എന്ന് എഴുതാം. ഡി ബി പ്ലസ് പി ഡി. എന്താണ് പി സി പ്ലസ് സി എ? ഫിഗർ നോക്കിയിട്ട് പറയാൻ പറ്റുമോ? പി സി പ്ലസ് സി എ എന്ന് പറഞ്ഞാൽ 10 അല്ലേ അല്ലേ. പി സി പ്ലസ് സി എ ചെയ്ത് കഴിഞ്ഞാൽ പി എ ആണ് വരാം. പി എ ആ സ്റ്റെപ്പ് എഴുതാം അല്ലേ. അതേപോലെ ഡി ബി പ്ലസ് പി ഡി. ഡി ബി ഇതാണല്ലേ. ഡി ബി പ്ലസ് പി ഡി ചെയ്ത് കഴിഞ്ഞാലോ? ശരിക്കും നോക്ക്, ഡി ബി പ്ലസ് പി ഡി ചെയ്ത് കഴിഞ്ഞാൽ പി ബി ആണ് വരാം. അടുത്ത സ്റ്റെപ്പിൽ ആൻസർ കിട്ടും, പി ബി കിട്ടും. പി എ എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടല്ലോ. പി മുതൽ എ വരെയുള്ള ഡിസ്റ്റൻസ് 10 ആണ്. പി ബിയോ? പി ബിയും 10 തന്നെയാണ്. കാരണം പി എന്ന് വരയ്ക്കുന്ന രണ്ട് ടാൻജൻറ്റുകളാണ് പി എയും പി ബിയും. രണ്ടിനും ഒരേ ലെങ്ത് ആണെന്ന് അറിയാം. പി എ 10 ആവുമ്പോൾ പി ബിയും 10 ആയിരിക്കണം. So answer is 20 centimeter.